ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഡെലിവറി ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുട്ടിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളും സെറ്റാക്കിയിട്ടുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളൊരു 5th മന്ത് ആയപ്പോൾ തൊട്ട് തന്നെ ഏതാണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയിരുന്നു. കാരണം എല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങുന്നതിൽ നല്ലത് ഓരോന്നോരോന്നായി വാങ്ങിച്ചു തുടങ്ങുന്നതാണെന്ന് തോന്നി. അപ്പം ഫസ്റ്റ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ കണ്ടതാണ് ഗോകുലം ബ്യൂറോൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ്. അപ്പോൾ അതിന്ന് 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ സ്ലീപ്പിംഗ് ബാഗാണ്, പിന്നൊന്ന് ഇതാ ഈ നെറ്റ് ബെഡ്. ഇത് രണ്ടും അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നിയത്. നല്ലൊരു മെറ്റീരിയൽ ആയിട്ടാണ് തോന്നിയത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, എനിക്ക് നല്ലതാണെന്ന് തോന്നി. അത്യാവശ്യം റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അടുത്ത ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് ഫീഡിങ് പില്ലോ. എനിക്ക് അത്യാവശ്യം ബാക്ക് പെയിനിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു നമ്മൾ കംഫർട്ടബിളായി ഇരിക്കണമല്ലോ, അതുകൊണ്ട് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് ഫീഡിങ് പില്ലോ. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ് ഇത്. ഇപ്പം ഡെലിവറിക്ക് പോകുമ്പോൾ വേണ്ടി ആവശ്യമുള്ളതൊന്നല്ല, എന്നാലും ഇത് കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് എനിക്ക് ഉണ്ണേട്ടൻ വാങ്ങി തന്ന ഗിഫ്റ്റാണ്. എന്ത് പേരും ഡയപ്പർ ബാഗ്. ഇതിനകത്ത് ഡയപ്പർ, കുട്ടീൻ്റെ ഫീഡിങ് ബോട്ടിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി കുട്ടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പം എനിക്ക് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എന്തൊക്കെയാണ് എടുത്തു വെച്ചിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സ് ഞാൻ ഓൾറെഡി കാറിൽ എടുത്തു വെച്ചു. എന്തെങ്കിലും ഒരു എമർജൻസി പെട്ടെന്ന് പോകേണ്ടി വരികയാണെങ്കിൽ, അല്ല എവിടെയെങ്കിലും കാറിൽ പോകുന്ന ടൈമിലൊക്കെ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാറൊക്കെ ഉണ്ടെങ്കിൽ അതിലങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതാണ് നല്ലത്. ഞാൻ ഒരു വാഷ് ബാഗ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബ്രഷ്, പേസ്റ്റ്, സ്കിൻ കെയറിൻ്റെ കുറച്ച് സാധനങ്ങൾ, മോയ്സ്ചറൈസർ, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഹോസ്പിറ്റലിൽ ബ്രഷ്, പേസ്റ്റ് അങ്ങനത്തൊക്കെ അവൈലബിൾ ആണ്, എങ്കിലും നമ്മളൊന്ന് സെറ്റാക്കി വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെ ഹോസ്പിറ്റലിലോട്ട് എടുക്കുന്നുള്ളൂ. കാരണം ഞാനിവിടെ കണ്ണൂർ ആസ്റ്റർ മിംസിലാണ് കാണിക്കുന്നത്. അതെൻ്റെ വീട്ടിൽ നിന്നൊരു 5-10 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നെടുത്ത് പോകാവുന്നതേ ഉള്ളൂ. ആരെങ്കിലും വന്നെടുത്ത് പോയാൽ മതി. ഇനി എൻ്റെ ബാഗിൽ എന്തൊക്കെയാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാണിക്കാം. കുറച്ച് എന്ത് ഡെലിവറി ആയിരിക്കും നമുക്കറിയാത്തതുകൊണ്ട് തന്നെ ഞാനൊരു 5 മെറ്റേണിറ്റി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഫീഡിങ് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം C-സെക്ഷൻ ഒക്കെ ആണെങ്കിൽ ടോട്ടൽ ഒരു 5 ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുന്നതാണ് ഞാൻ അറിഞ്ഞത്. നോർമൽ ഡെലിവറി ആണെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ വീട്ടിലോട്ട് വരാം. എങ്കിലും നമ്മൾ മുൻകൂട്ടി കണ്ട് ഒരു 5 ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഫീഡിങ് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ബാത്ത് ടവല്, അണ്ടർ ഗാർമെൻറ്റ്സ്. പിന്നെ അവിടെ നല്ല തണുപ്പാവുന്നത് കാരണം ഞാൻ ഒരു സ്വെറ്ററും സോക്സും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാത്റൂം ചപ്പൽ. ഇത്രയും കാര്യങ്ങളെ എൻ്റെ ബാഗിലേക്ക് ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ കാർമസീൻ്റെ പീരിയഡ് പാൻറ്റിയാണ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. ഏറ്റവും കംഫർട്ടബിൾ അതായിരിക്കും തോന്നി. അവിടുന്ന് തരും നമുക്ക്, എങ്കിലും ഞാനും കൂടെ ഒരു 2 പാക്ക് വാങ്ങി അങ്ങോട്ടേക്ക് എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ എനിക്ക് യൂസ്ഫുള്ളായി തോന്നിയ വേറൊരു പ്രൊഡക്റ്റാണ് ഈ ഫീഡ് ചെയ്യുമ്പം കവർ ചെയ്യാൻ പറ്റുന്ന ഫീഡിങ് കവർ. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞ പാടെ കുട്ടീനെ കാണാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ റിലേറ്റീവ്സൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ഫീഡ് ചെയ്യുമ്പം കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഫീഡ് ചെയ്യാൻ തോന്നി ഇങ്ങനെയൊരു സാധനം ഉണ്ടെങ്കിൽ. അങ്ങനെ വാങ്ങിച്ചതാണ്.
പിന്നെ ആയാലും യൂസ്ഫുൾ ആണ്, ഹോസ്പിറ്റലിലേക്ക് മാത്രമല്ല പിന്നെ ആയാലും യൂസ്ഫുൾ ആണ്. ഫീഡിങ് ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ എടുത്ത് വെച്ച ഒരു ഫുൾ ഓപ്പൺ നൈറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ സി സെക്ഷനൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മളെ സ്റ്റിച്ചൊക്കെ നോക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് വരുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ഡ്രസ്സൊക്കെ ആകുമ്പോൾ നമ്മളത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. ഈ ഫുൾ ഓപ്പൺ ഡ്രസ്സ് ആവുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ച് കാണിക്കാനും അങ്ങനെയൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും തോന്നി. പിന്നെ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പേഴ്സും പ്ലാസ്റ്റിക് ബാഗ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെങ്കിൽ പാഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തായാലും പ്ലാസ്റ്റിക് ബാഗ്സ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പേഴ്സും പ്ലാസ്റ്റിക് ബാഗ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ എനിക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ബേബീൻ്റെ സാധനങ്ങൾ കാണിച്ചു തരാം. ബേബിക്ക് വേണ്ടി സെറ്റാക്കിയിട്ടുള്ളൊരു ബോക്സാണിത്. ഇങ്ങനെ 2 സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബോക്സാണ് ഇത്. ബേബിക്ക് വേണ്ടി സെറ്റാക്കിയ ബോക്സാണ്. പക്ഷേങ്കിൽ ഇതിൽ ഫസ്റ്റ് ഞാൻ വെച്ചിട്ടുള്ളത് എനിക്ക് ലേബർ റൂമിൽ നിന്ന് അഥവാ എന്തെങ്കിലും ഡ്രസ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എടുത്തു കൊടുക്കാൻ എളുപ്പം ഈ ഒരു ബോക്സ് ആകുമ്പോൾ പെട്ടെന്ന് എടുത്തു കൊടുക്കാമല്ലോ. അതുകൊണ്ട് എനിക്ക് ലേബർ റൂമിൽ നിന്ന് ചോദിച്ചാൽ കൊടുക്കേണ്ട ഡ്രസ്സ് എൻ്റെ നൈറ്റിയും അതുപോലെ അണ്ടർ ഗാർമെൻറ്റ്സും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ വെച്ചത് അതാണ്. പിന്നെയാണ് ബേബീൻ്റെ പ്രൊഡക്ട്സ് ഉള്ളത്. കാരണം ബേബിക്ക് അവിടുന്ന് തന്നെ എല്ലാം കിട്ടും, എല്ലാ സാധനങ്ങളും അവിടുന്ന് അവർ തരുന്നതാണ്. പക്ഷേ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി എല്ലാം എടുത്ത് വെക്കുന്നേ ഉള്ളൂ. പിന്നെ ബേബീൻ്റെ കുറച്ച് ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് വൈറ്റ് ജബ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും മുകളിൽ എന്തൊക്കെയാണ് എന്നുള്ളത് ഇങ്ങനെ എഴുതി ഒരു ബോർഡിൽ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ. എന്താണ് എന്നുള്ളത് വൈറ്റ് ജബ്ലാസ്, റോംപേഴ്സ് വെച്ചിട്ടുണ്ട്. ഒരു 2 റോംപേഴ്സ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ആവശ്യം വരികയാണെങ്കിൽ എടുക്കാമെന്ന് വെച്ച് എടുത്ത് വെച്ചതാണ്. പിന്നെ ഹോം കമ്മിങ് ഡ്രസ്സായിട്ട് ഇങ്ങനെ ഒരു റോംബറും പിന്നെ അഥവാ അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയായിട്ട് വേറൊരു ഡ്രസ്സും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വൈറ്റ് ക്ലോത്ത് ഉണ്ട്. വൈറ്റ് ക്ലോത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ അവിടെ ഡെലിവറി കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം ജനിച്ച പാടെ കുട്ടീനെ നമ്മൾ നന്നായി കവർ ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ വൈറ്റ് ക്ലോത്ത് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുട്ടീനെ അങ്ങനെ കവർ ചെയ്ത് കംഫർട്ടബിൾ ആക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ പാമ്പേഴ്സ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. എങ്കിലും ഞാൻ കുറച്ച് വൈറ്റ് ക്ലോത്ത്സ് അലക്കി തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫേസ് ടവലും ഒരു ബാത്ത് ടവൽ ആവശ്യം വരില്ല എന്നറിയാം, എന്നാലും ജസ്റ്റ് എടുത്തു വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ വൈറ്റ് ക്ലോത്ത് വേറെ ഒരു ബ്രാൻഡിൻ്റെയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യം വരികയാണെങ്കിൽ യൂസ് ചെയ്യാന്നുള്ളതിൽ ചെറിയൊരു നല്ല ഒരു മുസ്ലിം ക്ലോത്താണ്. ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. ജസ്റ്റ് എടുത്ത് വെച്ചതാണ്, എന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ യൂസ് ചെയ്യാന്നുള്ളതിൽ. പിന്നെ ഒരു ഡ്രൈ ഷീറ്റ്, സ്വാഡ്ലിംഗ് ക്ലോത്ത്, അതേപോലെ തന്നെ സ്വാഡിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് കുറച്ചൊരു നേരിയ ടൈപ്പും പിന്നെ ഒരു ബ്ലാങ്കറ്റ് ടൈപ്പായിട്ടുള്ളതും 2 എണ്ണവും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്പ്, മിറ്റൻസ് ആൻഡ് ബൂട്ടീസ്, ഈ 3 സാധനങ്ങളും കൂടെ ഒന്നിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലോത്ത് ഡയപ്പർ ആവശ്യം വരുമോ ഇല്ലയോ ഒന്നും അറിയില്ല, എങ്കിലും എടുത്ത് വെച്ചതാണ് കുറച്ച് ക്ലോത്ത് ഡയപ്പർ. പിന്നെ ബേബി വൈപ്സ്, പോപ്പീസിൻ്റെ ബേബി വൈപ്സ് ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ബ്രസ്റ്റ് പാഡ് ഞാൻ ബേബീൻ്റെ ഈ ബാഗിലാണ് വെച്ചിട്ടുള്ളത്. ബേബി വന്നു കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമുക്കിത് ആവശ്യം വരിക. അതുകൊണ്ട് ഇത് ബേബീൻ്റെ ബോക്സിലാണ് ഈ ബ്രസ്റ്റ് പാഡും വെച്ചിട്ടുള്ളത്. പാമ്പേഴ്സ് അവിടുന്ന് തരും, എങ്കിലും ആവശ്യം വന്നാലോ പിന്നീട് ആവശ്യം വന്നാലോ എന്ന് വെച്ച് ഒരു ചെറിയൊരു ഇത് വാങ്ങി വെച്ചതാണ്. പിന്നെ ബാക്കി ബെഡ്ഷീറ്റ്, പിന്നെ ഉണ്ണേട്ടൻ്റെ ഡ്രസ്സ്,
അമ്മേൻ്റെ ഡ്രസ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേറെ തന്നെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല. പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇതിൽ പറയാത്തത് കൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഞാൻ എന്തൊക്കെയാണ് എടുത്തു വെച്ചിട്ടുള്ളതെന്നുള്ള ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കാരണം ഈ വീഡിയോസ് കാണുന്നത് കൂടുതലും ഡെലിവറി അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും, ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുള്ള ലിസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഞങ്ങളുടെ ബാഗൊക്കെ അപ്പോൾ റെഡിയായി. ഇനി നമ്മൾ ലിറ്റിൽ ബേബിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.